പാഠം 764. ഒരു ഭയങ്കര കുറ്റാന്വേഷണ കഥ. ലോകത്തെ ത്രസിപ്പിച്ച കഥാനായകന്റെ പിറന്നാൾ ഇന്ന്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വായനക്കാരെ ആകർഷിച്ച കഥാപാത്രമാണ് ഷെർലക് ഹോംസ്. കഥാപാത്രം എഴുത്തുകാരനേക്കാൾ പ്രശസ്തമാകുന്ന അപൂർവമായ സാഹചര്യത്തിനാണ് ഷെർലക് ഹോംസ് കഥകൾ അവസരമൊരുക്കിയത്. കുറ്റവാളികളെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന പ്രതിഭാശാലിയായ കുറ്റാന്വേഷകനായിരുന്നു ഹോംസ്. ചായ. ഇതെന്താണ് രാവിലെ കുറ്റാന്വേഷണത്തിന്റെ കാര്യമൊക്കെ പറയണേ? നീ ഇത് വായിച്ചു ഭാമേ? ഇന്ന് ഷെർലക് ഹോംസിന്റെ പിറന്നാളാണ്. ഷെർലക് ഹോംസിന്റെ പിറന്നാളോ? ഹോംസ് ഒരു കഥാപാത്രമല്ലേ? അതെ, പക്ഷേ കഥാപാത്രത്തിന് ജന്മദിനം പാടില്ലെന്നുണ്ടോ? ഭാമേ, ലോക ചരിത്രത്തിൽ ഇത്രയേറെ പേർ വായിച്ച വേറെ കഥകൾ ഉണ്ടാവില്ല. എഴുത്തുകാരനേക്കാൾ പ്രശസ്തനായി പോയ കഥാപാത്രം. ഹോംസ് കഥകൾ എഴുതിയ സർ ആർതർ കോനൻ ഡോയലിനെ ആർക്കും അറിയില്ല. പക്ഷേ ഹോംസിന്റെ കാര്യമോ? ഷെർലക് ഹോംസ് എന്ന പേര് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ പോലെ തോക്ക് ചൂണ്ടിയും ആളുകളെ ഇടിച്ചും കൊന്നൊന്നുമല്ല ഹോംസ് കേസ് കളിച്ചത്. ബുദ്ധി ഉപയോഗിച്ചാണ്. ഹോംസിന്റെ അപാരമായ ബുദ്ധി ഉപയോഗിച്ച് എത്രയേറെ കൊലപാതകങ്ങളും മോഷണങ്ങളും തട്ടിപ്പുകളുമാണ് തെളിയിച്ചത്. മോഹനേട്ട, അതൊരു കഥയല്ലേ? മോഹനേട്ടനെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരുന്ന ഏതൊരു പോലീസുകാരനാണ് ഈ ഹോംസ് എന്ന് തോന്നും. കഥ എഴുതിയ കോനൻ ഡോയിലിന്റെ പിറന്നാൾ ആഘോഷിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാറ്. ഇതൊരു കഥാപാത്രത്തിന്റെ പിറന്നാള്. നല്ല മുഴുത്ത പ്രാന്തന്നെ. വന്ന് ഷെർലക് ഹോംസിന് ബഹുമാനില്ലാതായോ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഭാമേ, നിനക്ക് സാഹിത്യത്തെ പറ്റിയും കലയെ പറ്റിയൊന്നും ഒരു ബഹുമാനവും ഇല്ല എന്നെനിക്കറിയാം. പക്ഷേ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു കഥാപാത്രത്തെ നീ കളിയാക്കുമ്പോ നീ നിന്റെ അന്തസ്സ് തന്നെയാണ് കളയുന്നത്. മോഹനേട്ടത് എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത്? ഞാൻ ഒരാളെയും കളിയാക്കി തന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഷെർലക് ഹോംസിനെ ഒന്ന് കളിയാക്കുന്നതില് മോഹനേട്ടൻ വല്ല കുഴപ്പമുണ്ടോ? ഈ ഹോംസ് എന്ന് പറയുന്നയാള് മോഹനേട്ടന്റെ സഹോദരനൊന്നും അല്ലല്ലോ. ആണ്. ഹോംസിന്റെ വില നിനക്ക് അറിയില്ല. ഹോംസിനെ നായകനാക്കി ഒരുപാട് കഥകൾ എഴുതിയ കോനൻ ഡോയൽ ഒടുവിൽ കഥ എഴുത്ത് നിർത്താൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അവസാനം എഴുതിയ കഥയിൽ ഹോംസ് കൊല്ലപ്പെടുന്നതായി കോനൻ ഡോയൽ എഴുതി വെച്ചു. ഇംഗ്ലണ്ടിലെങ്ങും അത് വലിയ വാർത്തയായി, പ്രതിഷേധമായി, സമരമായി. ഒരു കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ലോകത്തെവിടെയെങ്കിലും സമരം ഉണ്ടായിട്ടുണ്ടോ? ഒടുവിൽ രാജ്ഞിയുടെ നിർദ്ദേശത്തിന് വഴങ്ങി കോനൻ ഡോയൽ വീണ്ടും ഹോംസ് കഥകൾ എഴുതി തുടങ്ങി. സമ്മതിച്ചു. ഹോംസ് ഭയങ്കരനായ ഒരു പുള്ളി തന്നെയാണ്. ഭാമേ, ലോക ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമാനായ കഥാപാത്രമായിട്ടാണ് ഷെർലക് ഹോംസിനെ കണക്കാക്കുന്നത്. ബുദ്ധിമാനായ എനിക്ക് ബുദ്ധിയുടെ വില മനസ്സിലാകും. പക്ഷേ ബുദ്ധിയില്ലാത്ത നിനക്ക് ബുദ്ധിയുടെ വിലയും ആവശ്യവും അറിയില്ല. എന്താണ് പറഞ്ഞു വരുന്നത്? ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ കഥാപാത്രമായിരുന്നു ഹോംസ്. ഹോംസ് കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് മോഹനേട്ടനാണ്. സത്യത്തിൽ ഹോംസ് ജനിക്കുന്നതിന് മുന്നേ ജനിച്ചിരുന്നുവെങ്കിൽ മോഹനേട്ടനായിരുന്നു ഹോംസ് ആവേണ്ടിരുന്നത്. മതിയാ? ഇത്രയും ബുദ്ധിമാനായിട്ടും ഒരു സാധാ വില്ലേജ് ഓഫീസറായി മോഹനേട്ടൻ ഇങ്ങനെ ജീവിതം പാഴാക്കി കളയുന്ന മോഹനേട്ട കഷ്ടം. മോഹനേട്ടൻ ഒരു ഭയങ്കര കുറ്റാന്വേഷകനാണ് കണ്ടത്. അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ തെളിയിക്കപ്പെടാത്തായിട്ട് ഒറ്റ കേസ് പോലും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഡിറ്റക്റ്റീവ് കെ മോഹനകൃഷ്ണൻ. കേൾക്കാനൊക്കെ സ്റ്റൈലുണ്ട്. ഉത്തമനാണല്ലോ. ഇതെന്താണോ രാവിലെ? ഏതെങ്കിലും പോക്കറ്റെടുക്കാരന്റെയോ മുച്ചീട്ടുകളിക്കാരന്റെയോ കേസുമായിട്ട് വന്നാവും. ഞാൻ ബുദ്ധിയില്ലാത്തൊരു പാവം വക്കീല. പോക്കറ്റെടുക്കാരുടെയും മുച്ചിട്ടുകളിക്കാരുടെയൊക്കെ കേസൊക്കെ വാദിച്ച് ഞാൻ ഇങ്ങനെ കഴിഞ്ഞു വയ്ക്കോളാം. വലിയ വലിയ കേസൊക്കെ വാദിക്കാൻ എനിക്ക് ഷെർലക് ഹോംസിന്റെ അത്ര ബുദ്ധിയൊന്നുമില്ലല്ലോ. നമസ്കാരം വക്കീലെ. ഞാനൊരു ഭയങ്കരമായി കുഴഞ്ഞു മറിഞ്ഞൊരു കേസുമായിട്ടാണ് വക്കീലിനെ കാണാൻ വന്നിരിക്കുന്നത്. കാര്യങ്ങൾ കേട്ടിട്ട് ഈ പ്രശ്നത്തിന് നല്ല പരിഹാരം വക്കീല് പറഞ്ഞു തരണം. ഉത്തമൻ, അധികം കാര്യം എന്താന്ന് വെച്ചാ പറ. അത് നമസ്കാരമുണ്ട് സാറേ. PWDയിലെ ബലരാമ സാറിന്റെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
അത്തരക്കാരുടെ കാര്യങ്ങളായിരിക്കുമല്ലോ ഉത്തമൻ ഇവളോട് പറയാനുണ്ടാവുക. ഈ നാട്ടിലെ ഏറ്റവും വലിയ കൈക്കൂലിക്കാരനാണ് ബലരാമൻ. മോഹനേട്ടാ, ഉത്തമൻ വന്നത് എന്നെ കാണാനാണ്. ഞാനും ഉത്തമനും കൂടി സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറുന്നത് മര്യാദ കേട് തന്നെയാണ്. എന്തോ ഉത്തമ കാര്യം പറ. ഇന്നലെ രാവിലെ ടൗണിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. മുനിസിപ്പൽ ഓഫീസിന്റെ കുറച്ച് അപ്പുറത്തൊരു ജുവലറി ഉണ്ടല്ലോ, ഐശ്വര്യ ജുവലറി. ബലരാമ സാർ ആ ജുവലറിയിൽ കയറി സാറിന്റെ ഭാര്യയ്ക്ക് ഒരു പുതിയ ജോഡി കമ്മല് വാങ്ങി. ഇന്നലെ സാറിന്റെ ഭാര്യയുടെ പിറന്നാളായിരുന്നു. അത് പ്രമാണിച്ച് സാറ് വാങ്ങിയതാണ്. കമ്മല് വാങ്ങി കാറിലിരുന്ന ഇതുപോലത്തെ ഒരു ബാഗിൽ വെച്ചിട്ട് സാറ് മുനിസിപ്പൽ ഓഫീസിൽ വേറെ ആരോ കാണാൻ പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ കാറിലിരുന്ന ബാഗ് കാണാനില്ല. അതാരെടുത്തോണ്ട് പോയി? ഒരു പിടിയില്ല വക്കീലെ. എന്ത് ചെയ്യണോന്നറിയാതെ ബലരാമ സാർ അന്തം വിട്ടങ്ങ് നിന്നുപോയി. അന്തം വിട്ട് നിൽക്കുകയാണോ വേണ്ടത്? ഒരു സാധനം കാണാതെ പോയ പോലീസിൽ അറിയിക്കല്ലേ വേണ്ടത്? അവിടെയാണ് വക്കീലെ പ്രശ്നം. ടൗണിലുള്ള ഒരു 10 സെന്റ് സ്ഥലം സാറ് വിറ്റായിരുന്നു കഴിഞ്ഞ ആഴ്ച. സെന്റിന് 4 ലക്ഷം രൂപ വെച്ചാണ് വിറ്റത്. പക്ഷെ ആധാരത്തില് 1 ലക്ഷം രൂപയെ കാണിച്ചിട്ടുള്ളൂ. ആ കാശ് കണക്കിപ്പെടുത്താൻ പറ്റുമോ? കണക്കിപ്പെടാത്ത ഒരു 3 ലക്ഷം രൂപ സാറിന്റെ ഈ ബാഗിനകത്തുണ്ടായിരുന്നു. പോലീസിൽ പരാതിപ്പെട്ട ആ കാശിന്റെ കാര്യം പറയേണ്ടി വരും. അത് പ്രശ്നമായാലോ? കൊള്ളാം. നാട്ടുകാരെ പറ്റിച്ചും കൈക്കൂലി വാങ്ങി ഉണ്ടാക്കിയ കാശ് പോരാഞ്ഞ് ഭൂമി വിറ്റതിലും കൂടി കള്ളം കാണിക്കുക. സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതി അടയ്ക്കാതെ വില കുറച്ച് കാണിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാണത്. ആ കാശ് പോയിത്തമാണ്. വക്കീലെ, സാറിന്റെ ഭാര്യയുടെ പേര് സാവിത്രി എന്നാണല്ലോ. പുള്ളിക്കാരത്തേക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ കമ്മലായിരുന്നു ബാഗിനകത്തുണ്ടായിരുന്നത്. അതില് പച്ച മുത്തുകൾ വെച്ചിട്ട് എസ് എന്നോ മറ്റോ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ കമ്മല് നഷ്ടപ്പെട്ടെന്ന കാര്യം മാത്രം സൂചിപ്പിച്ചു കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമോ? അതാണ് വക്കീല് പറയേണ്ടത്. കമ്മല് മാത്രം പോയിന്ന് പറഞ്ഞ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാഗ് തിരിച്ചു കിട്ടുമ്പോ ആ കാശ് പോവും. അപ്പോഴോ? കാശുണ്ടെന്നും പറഞ്ഞ് പരാതി കൊടുത്താൽ ബലരാമൻ സാർ അകത്തും പോവും. വക്കീല്, ഈ വിഷയം രഹസ്യമായിട്ട് വക്കീലിന്റെ അടുത്ത് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു വിട്ടതാണ് ബലരാമ സാറ്. കൈക്കൂലി വാങ്ങി ഒരുപാട് കാശില്ലേ ബലരാമ സാറിന്റെ കയ്യില്? എന്നിട്ടാണ് ഒരാവശ്യം വന്നപ്പോ ഈ ഉണക്ക വക്കീലിന്റെ ഉപദേശം നേടി വന്നത്. അല്ല, നീ അല്ലേ അടുക്കളയെ വെച്ച് പറഞ്ഞത് നീ വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത, അറിവൊന്നും ഇല്ലാത്ത, വിവരമൊന്നും ഇല്ലാത്ത ഒരു സാധാ വക്കീലാണെന്ന്? ഉത്തമ, ഈ വിഷയത്തിൽ ഞാൻ നല്ലൊരു ഉപദേശം തരാം. ഈ നിൽക്കുന്ന മോഹനേട്ടൻ നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല. ഭയങ്കര ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. അതെന്ന് പറഞ്ഞു വരുമ്പോ ഏതാണ്ട് ഷെർലക് ഹോംസിന്റെ ബുദ്ധി വരും. ആരുടെ ബുദ്ധി? ഷെർലക് ഹോംസ് അതാര്? ഇംഗ്ലീഷ് നോവലിൽ ഒരു കഥാപാത്രമാണ്. വലിയ പേരെടുത്ത കുറ്റാന്വേഷകനായിരുന്നു. എല്ലാം ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചു കളയും. ലോക പ്രശസ്തനാണ്. ഹോംസിന് ശേഷം അത്രയും ബുദ്ധിയുള്ള ഒരേ ഒരാൾ ഈ നിൽക്കുന്ന മോഹനേഷ് സാർ മാത്രമാണ്. മുന്തിയ പോലീസുകാരൻ ആവേണ്ടതായിരുന്നു. നമ്മൾ മലയാളികളുടെ കഷ്ടകാലം കൊണ്ട് വില്ലേജ് ഓഫീസറായി പോയി. എന്നാലും ഈ ബുദ്ധി കുറയില്ലല്ലോ. അതുകൊണ്ട് ബലരാമ സാറിന്റെ ബാഗ് പോയ കേസ് പോലീസിനെ ഏൽപ്പിക്കാതെ ഈ മഹാനായ കേസ് അന്വേഷകനെ ഏൽപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് ബലരാമ സാറിന്റെ അടുത്ത് ഉത്തമ പോയി പറഞ്ഞാൽ മതി. എന്നോട് പറഞ്ഞ നല്ല ഐഡിയയില്ലേ? നേരം വെളുത്ത പോന്നിട്ട് ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞ എന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുക. മനുഷ്യൻ ക്ഷമിക്കൊക്കെ ഒരു പരിധിയില്ലേ? ബലരാമ സാറിന്റെ അടുത്ത് ഞാൻ എന്തോന്ന് പറയണം? ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ ഉത്തമ. എന്നിട്ട് ബലരാം സാറിനെ ഞാൻ നേരിട്ട് വിളിച്ചോളാം. ഓഹോ, ശരി, എന്നാ പിന്നെ ഞാൻ പോട്ടെ. ശരി. മോഹനകൃഷ്ണൻ ഹോംസിനെ അങ്ങനെ ഇങ്ങോട്ടാ പറ്റില്ലല്ലോ. മിസ്റ്റർ മോഹനകൃഷ്ണൻ ഹോംസ്, ഇന്ന് നേരത്തെയാണല്ലോ. ഇതെന്ത് പറ്റി? എന്റെ മോന്തെ കൊണ്ട് ഇവിടെ ഇരിക്കുന്നതൊക്കെ നല്ലത് വില്ലേജ് ഓഫീസിൽ പോയി വെറുതെ ഇരിക്കുന്നത്. അവിടെ ഉള്ളവർ നിന്നെ പോലെ അല്ല. എന്നോട് സ്നേഹവും ബഹുമാനവും ഉള്ളവരാ. അയ്യടാ, മേലുദ്യോഗസ്ഥനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിച്ചില്ലെങ്കിൽ പ്രയാസമാകുമല്ലോ എന്ന് ഓർത്ത് മാത്രമായിരിക്കും അവർ ഈ സ്നേഹവും ബഹുമാനവും കാണിക്കുന്നത്. മോഹനേട്ടൻ ഇല്ലാത്തപ്പോ അവരെന്തൊക്കെയാ പറയുന്നത് ദൈവത്തിന് മാത്രം അറിയാം. അവരെന്നെ പറ്റി മോശമായിട്ടൊന്നും പറയില്ല. ഇത് മോഹനേട്ടന്റെ സ്വപ്നമല്ലേ? മോഹനേട്ടാ, മുഖത്ത് നോക്കി ചിരിക്കുന്നവര് നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോ കാണിക്കുന്നതും പറയുന്നതും എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? മോഹനേട്ടൻ ഇല്ലാത്തപ്പോ അവരെന്താണ് പറയുന്നത് അറിയാനേ ഒന്ന് ഒളിച്ചെന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഓഫീസർ ഞെട്ടുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ അവർ ഓഫീസറെ പറ്റി പറയുന്നത്. അതൊക്കെ നിന്നെ പോലുള്ള വക്കീലന്മാർ ചെയ്യുന്നതാ. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെയല്ല. ഞാൻ ഇതുവരെ തഹസിൽദാരെ പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടോ? മോഹനേട്ടൻ മറ്റുള്ള ആളുകളെ പോലെ അല്ലല്ലോ. ആധുനിക ഷെർലക് ഹോംസ് അല്ലേ? രാവിലെ ഷർട്ടുമുണ്ടൊക്കെ എടുത്തിട്ട് ഹോംസ് എങ്ങോട്ടാണ്? കേസ് അന്വേഷിക്കാനോ അതോ കരഞ്ഞെടുത്ത് രസീത് കൊടുക്കാനോ? സമയം ഒട്ടും വൈകിട്ടില്ല. ഈ വില്ലേജ് ഓഫീസിലെ പണി കളഞ്ഞ ഒരു കേസ് അന്വേഷകനാകാൻ ഇനി സമയമുണ്ട്. ഒന്ന് നമുക്ക് ശ്രമിച്ചു നോക്കിയാലോ? ശമ്പള വർധനവ് ഉടനെ എങ്ങനെ ഉണ്ടാവോ പ്രഭേ? വന്ന് ശമ്പളം കൊണ്ട് ഒരു കാര്യവും നടക്കാത്ത അവസ്ഥയായി. എനിക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല കാഞ്ചന സാറേ. എന്തായാലും ഇനി ശമ്പള വർധനവ് ഉണ്ടായാൽ തന്നെ 4-5 മാസം എടുക്കും. എത്ര കൂടുതൽ കിട്ടുമെന്നുള്ള കാര്യം കണ്ടി എന്നെ അറിയണം. കാഞ്ചന സാറ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ശമ്പളം വാങ്ങി പോക്കറ്റിലിട്ട് 10 കടയിൽ ചെന്ന് 10 കാശ് കൊടുത്ത് തീരുമ്പോഴേക്കും പോക്കറ്റ് കാലിയാവും. അടുത്ത കൊല്ലം മൂത്ത കൊച്ചിന് ഡിഗ്രിക്ക് ചേരാനുള്ളതാ. അതിനൊക്കെ ഉള്ള കാശ് എവിടുന്ന് കിട്ടുമോ എന്തോ. എന്റെ കാര്യവും കഷ്ടത്തിലാ ശിശുപാലൻ ചേട്ടാ. പ്രഹ്ലാദൻ ചേട്ടന്റെ അമ്മയ്ക്ക് മാസം 14,000 രൂപ മരുന്നിന് വേണം. വീട്ടിന്റെ ലോൺ അടയ്ക്കണം. അടുത്ത വർഷം കൊച്ചിന്റെ സ്കൂൾ മാറുമ്പോ രൂപ 10,000 ഡൊണേഷൻ കൊടുക്കണം. അതൊക്കെ എങ്ങനെ നടക്കുമെന്ന് ആലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതിന്റെ ഇടയില ഒരു കാറ് വാങ്ങുന്ന കാര്യം പ്രഹ്ലാദൻ ചേട്ടൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്തെടുത്ത് കൊടുത്തിട്ട് വാങ്ങുമെന്ന്. ഇനിയിപ്പോ ലോൺ എടുത്ത് കാറ് വാങ്ങിയാലും പെട്രോൾ അടിക്കാനുള്ള കാശിന് എവിടെ പോവും? എനിക്ക് കാറൊന്നും വേണ്ട കാഞ്ചന സാറേ. 2 പുതിയ കമ്മൽ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് മാസം 3 ആയി. നല്ല ഡിസൈനുള്ള ഒരു കമ്മൽ വാങ്ങണമെങ്കിൽ 10,000 രൂപ കൊടുക്കണം. അല്ലെങ്കിൽ ഇമിറ്റേഷൻ വാങ്ങിച്ചിടണം. ഇപ്പോഴത്തെ കാലത്ത് ഇമിറ്റേഷൻ കമ്മൽ കണ്ട ആളുകൾക്ക് മനസ്സിലാവും. എന്താണ് വലിയ ചർച്ച? ചോദിച്ചത് കേട്ടില്ലേ? എന്താ കൊണ്ടുപിടിച്ച ചർച്ചയെന്ന്? ഒന്നുമില്ല സർ. ഉണ്ട്. ശിശുപാലിന് അടുത്ത കൊല്ലം മോളെ ഡിഗ്രിക്ക് ചേർക്കണം. കാഞ്ചനയ്ക്ക് പുതിയ കാറ് വാങ്ങണം. സ്വയംപ്രഭയ്ക്ക് വേണ്ടത് ഒരു ജോഡി കമ്മൽ. ശരിയല്ലേ? ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നിങ്ങളുടെ പ്രാരാബ്ദങ്ങൾ പരസ്പരം വിളമ്പാനുമല്ല സർക്കാർ നിങ്ങൾക്ക് മാസാമാസം ശമ്പളം എണ്ണി തരുന്നത്. ഉച്ച കഴിഞ്ഞ് താലൂക്ക് ഓഫീസിൽ കൊടുക്കേണ്ട റിപ്പോർട്ടിന്റെ കാര്യം എന്തായി? അത് ഉടനെ എഴുതി തീർക്കാം സാർ. ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, എഴുതണം. കൃത്യം 12:30 ഞാൻ ഇവിടുന്ന് താലൂക്ക് ഓഫീസിലേക്ക് പോകും. അപ്പോ റിപ്പോർട്ട് പൂർത്തിയായില്ല എങ്കിൽ മോഹനേട്ടൻ സാറിന്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണേണ്ടി വരും. ഓർത്തോ? ഇത് എന്തോന്ന് കഷ്ടോ ശിശുപാലൻ ചേട്ടാ. മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പറയാൻ പറ്റൂലേ? സ്വയംപ്രഭേ, വ്യക്തിപരമായ കാര്യങ്ങൾ പറയേണ്ടത് അത്തരം സ്ഥലങ്ങളിൽ ഇരുന്നാണ്. ഇത് ഒരു സർക്കാർ ഓഫീസാണ്. ഇവിടെ സർക്കാർ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. സർക്കാർ കാര്യമെന്ന് പറഞ്ഞാൽ പൊതുകാര്യമാണ്. വില്ലേജ് ഓഫീസറാണെന്ന് ഒരു ബഹുമാനവും ഇല്ല. ഇങ്ങോട്ട് തിരിയുന്ന പാടെ പിന്നിൽ നിന്ന് കുറ്റം പറയുക. അഹങ്കാരി. മോഹനേട്ടാ, മുഖത്ത് നോക്കി ചിരിക്കുന്നവര് നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോ കാണിക്കുന്നതും പറയുന്നതും എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? മോഹനേട്ടൻ ഇല്ലാത്തപ്പോ അവരെന്താണ് പറയുന്നത് അറിയാനേ ഒന്ന് ഒളിച്ചെന്ന് ശ്രദ്ധിച്ചാ മതി. ഓഫീസർ ഞെട്ടുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ അവർ ഓഫീസറെ പറ്റി പറയുന്നത്. അത് ശരിയാണല്ലോ. ഇപ്പോൾ അവർ പറയുന്നത് എന്നെ പറ്റി തന്നെയായിരിക്കും. പറയുമ്പോ എല്ലാം പറയണല്ലോ കാഞ്ചന സാറേ. ടൗണിലെ മുനിസിപ്പൽ ഓഫീസിന്റെ അടുത്ത് വാച്ചുകട നടത്തുന്ന സുരേന്ദ്രനെ കാഞ്ചന സാറിന് അറിയാമല്ലോ. അവന്റെ കടയിൽ കള്ളക്കടത്ത് സാധനങ്ങളൊക്കെ ഉണ്ട്. ആണോ? ഗൾഫിൽ നിന്ന് കടത്തിക്കൊണ്ട് വരുന്ന പെർഫ്യൂം, സോപ്പും ഒക്കെ അവന്റെ കടയിലുണ്ട്. നല്ല വില കുറവാ. ഒരു പെർഫ്യൂം വാങ്ങാൻ വേണ്ടി ഇന്നലെ കടയിൽ ചെന്നപ്പോ
സുരേന്ദ്രൻ എന്നെ ഒരു കമ്മല് കാണിച്ചു. നല്ല ഒന്നാം തരം മോഡല്. ശരിക്കും സ്വർണ്ണാണെന്നാണ് പറയുന്നത്. 5000 രൂപ തന്നാ മതിയെന്നും പറഞ്ഞു. എത്ര ഗ്രാം ഉണ്ട്? അതൊന്നും അറിയില്ല. പക്ഷെ ശരിക്കുള്ള സ്വർണ്ണമാണെങ്കിൽ 5000 രൂപയ്ക്ക് എങ്ങനെ മുതലാവും? എനിക്ക് തോന്നുന്നത് അത് ഇമിറ്റേഷൻ ആണെന്നാണ്. പക്ഷെ സ്വർണം തന്നെ കണ്ട തോന്നുള്ളൂ. ഒന്നും അരച്ചു നോക്കി അറിയാലോ സത്യം. പിന്നെ എന്തിനാ ടെൻഷൻ? അതിന് സുരേന്ദ്രൻ സമ്മതിക്കണ്ടേ? വേണമെങ്കിൽ 5000 രൂപ തന്നിട്ട് സാധനം എടുത്തോളാം, ഇല്ലെങ്കിൽ വേണ്ടെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അതിന്റെ ഭംഗി വെച്ച് നോക്കുകയാണെങ്കിൽ 5000 രൂപയ്ക്ക് ലാഭം തന്നെയാ കാഞ്ഞിര സാറേ. പക്ഷെ നമ്മുടെ കയ്യില് ഭംഗി നോക്കി 5000 രൂപ മുടക്കാൻ എവിടെ ഇരിക്കുന്നു കാഞ്ഞിര സാറേ? ഒറിജിനൽ സ്വർണ്ണാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങിക്കായിരുന്നു. ചിലപ്പോ ഒറിജിനൽ ആയിരിക്കും. ഗൾഫിലൊക്കെ സ്വർണത്തിന് പകുതി വിലയല്ലേ ഉള്ളൂ. അതുകൊണ്ട് 5000 രൂപയ്ക്ക് വിറ്റാലും അവർക്ക് ലാഭമാ. കമ്മല്ലേ പച്ച മുത്തുകൾ വെച്ചിട്ട് എസ് എന്ന് എഴുതിയിട്ടുണ്ട്. ആണ്. എന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരമല്ലേ, ഞാൻ എഴുതി വെച്ചാണെന്ന് പറഞ്ഞ് നെളിഞ്ഞ് നടക്കായിരുന്നു. അത് തന്നെ ഇപ്പോഴത്തെ സ്റ്റൈല്. ഹോ, എന്തായാലും അത് വിട്ട് കളഞ്ഞത് കഷ്ടായി പോയി പ്രഭേ. പച്ചക്കല്ലിൽ എസ് എന്നെഴുതിയ മോതിരം. അത് ബലരാമൻ സാറിന്റെ ബാഗിൽ നിന്ന് പോയതല്ലേ? ഉത്തമനല്ലേ മോഹനേഷൻ സാറാ? ബലരാമൻ സാറിന്റെ കാറിൽ നിന്നും പൈസയും സ്വർണവും മോഷ്ടിച്ചത് ആരാണെന്ന് കെ മോഹനേഷൻ സാറിന് അറിയാം. ടൗണിൽ മുനിസിപ്പൽ ഓഫീസിനടുത്ത് വാച്ച് കട നടത്തുന്ന സുരേന്ദ്രനില്ലേ, അയാളാണ് ഈ മോഷണത്തിന് പിന്നിൽ. എനിക്ക് എങ്ങനെ അറിയാമെന്ന് ഉത്തമനേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബലരാമൻ സാറിനെ അറിയിച്ചാൽ നല്ലത്. ഉത്തമ, ആ വക്കീൽ ഇവിടെ ഉണ്ടായിരുന്ന? വക്കീൽ കോടതിയിൽ നിന്ന് തിരിച്ചു വന്ന് കാണുമോ എന്ന് ഞാൻ ഒന്ന് പേടിച്ചു. മണി 5:15 ഇപ്പൊ ഏത് കോടതി തുറന്നു വെച്ചിരിക്കുന്നത്? അല്ല, കോടതി കഴിഞ്ഞാലും വക്കീൽ ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണുമല്ലോ. ഞാൻ എല്ലാ ദിവസവും കൃത്യം 3:30 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തും. ഉത്തമൻ ഇപ്പൊ എന്തിനാ വന്നത് അത് പറ. വക്കീലെ, ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. പറഞ്ഞ ഒരൊറ്റ മനുഷ്യൻ പോലും വിശ്വസിക്കാത്ത ഒരു ഭയങ്കര സംഭവം. ഉത്തമ, കാര്യം എന്താന്ന് വെച്ചാ പറ. PWDയിലെ ബലരാമ സാറിന്റെ മോഷണം പോയ ബാഗ് കിട്ടി. ബാഗിലുണ്ടായിരുന്ന കാശിൽ ഒരു 5000 രൂപ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രാധാമണി ചേച്ചിക്ക് വാങ്ങിയ കമ്മല് അതേപോലെ കിട്ടി. ആണോ? എവിടുന്ന്? അതൊരു വലിയ കഥയാണ്. അത് പറയാനല്ലേ ഞാൻ ഈ പറന്നു വന്നത്. എനിക്ക് രാവിലെ ഒരു 10 മണി കഴിഞ്ഞപ്പോ ഒരു ഫോൺ കോൾ വന്നു. ഉത്തമ, ബലരാമ സാറിന്റെ മോഷണം പോയ ബാഗ് ടൗണിൽ വാച്ച് കട നടത്തുന്ന സുരേന്ദ്രന്റെ കയ്യിലുണ്ട് എന്ന്. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. പിന്നെ എന്തെങ്കിലും വരട്ടെ എന്ന് കരുതി ഞാൻ ഈ ബലരാമ സാറിന്റെ അളിയൻ ജയദേവനെയും കൂട്ടി സുരേന്ദ്രന്റെ കടയിൽ ചെന്നു. അപ്പൊ സുരേന്ദ്രൻ അവിടെ ഇല്ല. ഉച്ച കഴിഞ്ഞൊരു 3 മണി ആയപ്പോ അവൻ വന്ന് കട അങ്ങ് തുറന്നു. ആള് നല്ല ഫിറ്റായിരുന്നു. ഞാനും ജയദേവനും കൂടി കടയ്ക്കകത്ത് കയറി വാതിലടച്ചിട്ട് അവനെ ഒരു വിരട്ടങ്ങ് വിരട്ടി. വക്കീലേ, പറഞ്ഞ വക്കീൽ വിശ്വസിക്കൂല. അമ്മേടെ തന്നെ മേശയുടെ അടിയിൽ നിന്ന് ദാ ബാഗ് പുറത്തേക്ക് വരുന്നു. ഇന്നലെ ബലരാമ സാർ കാർ നിർത്തിയിട്ടിരുന്ന സുരേന്ദ്രന്റെ കടയുടെ അടുത്തായിരുന്നു. സാർ മുനിസിപ്പൽ ഓഫീസിൽ പോയ സമയത്ത് എങ്ങനെയോ പൂട്ട് തുറന്ന് ഈ സുരേന്ദ്രൻ ബാഗ് അങ്ങ് അടിച്ചു മാറ്റി. എന്തായാലും ബലരാമ സാറിന് ഭാഗ്യമുണ്ട്. അല്ല, സുരേന്ദ്രനാണ് ബാഗ് അടിച്ചു മാറ്റുന്ന ഉത്തമനെ വിളിച്ചു പറഞ്ഞാരാ? അതല്ലേ വക്കീലെ അത്ഭുതം. എന്നെ വിളിച്ചു പറഞ്ഞതേ നമ്മുടെ മോഹനേഷ് സാറാ. മോഹനോ? അതേന്ന്. ബാഗ് എടുത്തത് സുരേന്ദ്രനാണെന്ന് മോഹനേഷ് സാറ് കൃത്യമായിട്ട് പറഞ്ഞു കളഞ്ഞു. സാർ ഇതെങ്ങനെ അറിഞ്ഞ്?
ദാണ്ട സാർ വരുന്നില്ല. ഓരോ ചുവടും സൂക്ഷിച്ച്, ശത്രുക്കൾ പിന്നിലുണ്ടാകും. നമസ്കാരമുണ്ട് സാർ. ആ നമസ്കാരം. എന്താ ഉത്തമ ഈ സമയത്ത്? സാർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു. ബാഗ് സുരേന്ദ്രന്റെ കടയിൽ നിന്ന് തന്നെ കിട്ടി. സന്തോഷം. അല്ല സാർ, ആ സുരേന്ദ്രനാണ് ബാഗ് എടുത്തതെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. തലയിൽ വെറും കളിമണ്ണ് മാത്രമുള്ള ഒരു സാധാ വക്കോലിനെ പോലെ അല്ല ഞാനെന്ന് ഉത്തമന് മനസ്സിലായല്ലോ. മനസ്സിലായി. ബുദ്ധിയുള്ളവർക്ക് കേസ് തെളിയിക്കാൻ പോലീസ് ആകണമെന്നില്ല, വില്ലേജ് ഓഫീസർ ആയാലും മതി. മതി മതി മതി. അതെ. ഓ ഭയങ്കര തന്നെ സാർ. സാർ ഇപ്പൊ പറഞ്ഞത് വക്കീലിനെ കളിയാക്കി തന്നെയാണ്. എന്നാൽ മോനേഷ് സാർ ഇതെങ്ങനെ മനസ്സിലാക്കി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊന്നും അറിയണല്ലോ. ഞാൻ നിൽക്കാം. ഒന്ന് പറ, ബാഗ് മുടിച്ച് സുരേന്ദ്രനാണെന്ന് മോഹനേട്ടൻ എങ്ങനെ മനസ്സിലായത്? നീ രാവിലെ എന്നെ എന്തോ ഒരു പേര് വിളിച്ചല്ലോ. ഞാനോ? എന്ത് പറ? അതൊന്നുകൂടെ വിളിച്ചേ. ഞാനെന്താ വിളിച്ചത്? മോഹനേട്ടാ എന്നല്ലേ? അല്ല. ആ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞു. അതുമല്ല, വേറെന്തോ വിളിച്ചു. ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്. നീ എന്നെ മോഹനകൃഷ്ണൻ ഹോംസെ എന്ന് വിളിച്ചു. സാക്ഷാൽ ഷെർലക് ഹോംസിന്റെ പിറന്നാളായി കരുതപ്പെടുന്ന ഇന്ന് ജനുവരി മാസം 6-ാം തീയതി ഷെർലക് ഹോംസിനെ പറ്റി സംസാരിച്ച എന്നെ നീ പരിഹസിച്ചു. എന്നിട്ടോ നിനക്ക് വളരെ വേണ്ടപ്പെട്ട ബലരാമൻ സാറിന്റെ പണവും സ്വർണവും പോയപ്പോ സഹായിക്കാൻ ഞാൻ വേണ്ടി വന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, നീ സമ്മതിക്ക്. മോഹനേട്ടന് ഭയങ്കര ബുദ്ധി തന്നെയാണല്ലോ, അതിലെ പാർക്ക സംശയം. എനിക്ക് ഷെർലക് ഹോംസിന്റെ അത്രയും ബുദ്ധിയുണ്ടെന്ന് സമ്മതിക്ക്. അത്രയും ആക്കുന്ന എന്തിനാണ്? മോഹനേട്ടന് ഷെർലക് ഹോംസിന്റെ കാട്ടിലും ബുദ്ധിയുണ്ട്. പറയോ, ബാഗ് എടുക്കുന്നത് സുരേന്ദ്രനാണെന്ന് എങ്ങനെയാ മനസ്സിലായേ? പറ. ഞങ്ങൾ ബുദ്ധിമാന്മാരായ കുറ്റാന്വേഷകർക്ക് ഒരു സ്വഭാവമുണ്ട്. ഞങ്ങളുടെ രഹസ്യങ്ങൾ ഞങ്ങൾ ആരോടും പറയില്ല, സ്വന്തം ഭാര്യയോട് പോലും. പിന്നെ ബലരാമ സാറിന്റെ ബാഗ് എടുത്ത് സുരേന്ദ്രനാണെന്ന് ഞാൻ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് നിന്നോട് മാത്രം പറയാം. അത് പറയുന്നതിന് മുമ്പ് ഒരു ചായ എടുക്കുക. കഥയൊക്കെ അത് കഴിഞ്ഞ്. ശരി, ഷെർലക് ഹോംസായി. ഷെർലക് ഹോംസിന്റെ ബുദ്ധിയല്ല, ശിക്കാരി ശംഭുവിന്റെ ഭാഗ്യമാണ് വില്ലേജ് ഓഫീസർക്ക് തുണയായതെന്ന് വിമർശകർ പറഞ്ഞേക്കും. എന്തായാലും ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ കുറ്റാന്വേഷകന്റെ ജന്മദിനത്തിൽ ഒരു ഭയങ്കര മോഷണം തെളിയിച്ച മോഹനകൃഷ്ണനെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.